അവസാനിക്കുന്നതാണ് ജനങ്ങളുടെ വിശ്വാസം. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും ഇവിടെ വന്ന് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട. സ്വാമിയുടെ പേര്? എൻ്റെ പേര് വിശ്വയോഗി എന്നാണ്. ഇവിടെ അസ്ഥി നിമജ്ജനം ചെയ്ത് കഴിഞ്ഞാൽ പരേതന് പുനർജന്മം, നല്ലൊരു പുനർജന്മം ലഭിക്കുമെന്നാണ് വിശ്വാസം. പുനർജന്മം എന്നാണ് വിശ്വാസം. പിതൃകർമ്മങ്ങളിൽ ഈ സ്ഥലങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അതുകൊണ്ടൊക്കെ ഇന്ത്യയിൽ തന്നെ കുറച്ച് സ്ഥലങ്ങൾ പിതൃകർമ്മ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഈ പിതൃകർമ്മത്തിന് നമ്മളിങ്ങനെ പറയപ്പെടുന്നത്, നമ്മൾ ഈ ആത്മാക്കൾ വസിക്കുന്ന ഒരു ലോകമുണ്ട്. അതിനെ പുവർ ലോകം എന്ന് പറയും. അത് ഈ ചന്ദ്രമണ്ഡലത്തിനും സൂര്യമണ്ഡലത്തിനും ഇടയിലാണ് അതിൻ്റെ ഒരു സ്ഥാനം. ആ സ്ഥാനമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഭാഗങ്ങളാണ് ഈ പിതൃകർമ്മങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അതിലൊന്നാണ് ഈ പാവനാശി എന്ന സ്ഥലം. കേരളത്തിൽ ഇതുപോലെ പിതൃകർമ്മം ചെയ്യുന്ന അല്ലെങ്കിൽ അസ്ഥി ഇങ്ങനെ ഒഴുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് കർമ്മിക്കുന്ന വിവരിക്കാം. പ്രധാനപ്പെട്ടത് ഒന്ന് ഈ പാവനാശം. പാവനാശമാണ്. പിന്നെ തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രം. തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ഉണ്ടാക്കും. പിന്നെ കൊല്ലത്ത് തന്നെ ഒരു സ്ഥലമുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട സ്ഥലം നമ്മുടെ വയനാട് ഭാഗത്ത് ഒരു തിരുനെല്ലി എന്ന് പറയുന്നത്. ഈ തിരുനെല്ലി എന്ന് പറയുന്നത് അവിടെ ഒരു ക്ഷേത്രമാണോ? ഏത് പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്? തിരുനെല്ലിയിൽ പരശുരാമസ്വാമിയാണോ? പരശുരാമസ്വാമി വ്യക്തമല്ല. പക്ഷെ എന്നിരുന്നാലും ബലിതർപ്പണത്തിന് അവിടെ ഇങ്ങനെ അല്ല, അവിടെ ബലിതർപ്പണത്തിന് പേര് കേട്ടൊരു സ്ഥലമാണെന്ന് പറയുന്നത്. ഐതിഹ്യം എന്ന് പറയുന്നത് ശ്രീരാമൻ വന്ന് അവിടെ ഒന്ന് ബലിയിട്ടതായിട്ടാണ് പറയുന്നത്. തിരുനെല്ലി ഒരു ചെറിയൊരു തോടാണ്. അപ്പം ആ തോട്ടിൽ പുള്ളി എന്ന് പറഞ്ഞത് ശ്രീരാം സ്വാമി വന്നിങ്ങനെ ഇവിടെ ബലിയിട്ടിട്ടുള്ളതാണ്. ഇതാണ് നമ്മൾ ഐതിഹ്യത്തിലൊക്കെ പറയുന്നത്. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. പിന്നെ വിശേഷിച്ച് അവിടെ ഐവർ മഠം എന്ന് വെച്ചാൽ ലോകപ്രസിദ്ധമാണ്. പൊതുവെ അവിടെ ഇങ്ങനെ പൊതുവെ ഒരു ജനസംസാരമുണ്ട്. ഈ തിരുനെല്ലിയിൽ പോയി ഒരു തവണ ബലിയിട്ടാൽ പിന്നെ പിതൃവിന് ബലിയിടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അതിലെന്തെങ്കിലും വാസ്തവം? അതിൽ വാസ്തവമില്ല. വാസ്തവത്തിൽ ഒരു കാരണത്തിന് നമ്മളെ ഗൃഹസ്ഥാശ്രമികൾക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ മരിക്കുന്നത് വരെ നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യാറുള്ളത്. അത് എന്ന് വെച്ചാൽ നമ്മൾ ഗൃഹസ്ഥാശ്രമികൾക്കുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ജീവൻ അവസാനിക്കുന്നിടത്തോളം നമ്മൾ പിതൃക്കളോട് നമ്മൾ കടപ്പെട്ടവരാണ്. മനുഷ്യജന്മത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ ഈശ്വര സാക്ഷാത്കാരവും മറ്റൊന്ന് ഈ പിതൃക്കളോട് കടം വീട്ടലാണ്. കടം വീട്ടെന്ന് പറഞ്ഞിട്ടെങ്കിലും നമുക്ക് ഭാഷയിൽ അങ്ങനെ പറയാം, കടം വീട്ടുക എന്നുള്ളത്. അപ്പം പിതൃക്കളോട് നമ്മൾ ഈ ഈശ്വര സങ്കല്പത്തോടൊപ്പം ചേരുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതിനും നമ്മൾ ചെയ്യണം. നമ്മുടെ ജീവൻ പോകുന്നിടത്തോളം കാലം നമ്മുടെ പിതൃക്കളോടുള്ള കടമ നമുക്ക് നിറവേറ്റണം. ഇതാണ് ആ സ്ഥലത്തിൻ്റെ ഒരു മഹാത്മ്യത്തിന് വേണ്ടിയാണ് അവരങ്ങനെ പറയുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ നമ്മൾ ഈ പാപനാശം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് ഇതുപോലൊരു അസ്ഥി നിമജ്ജനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരിച്ചുപോയ പൃഥുവിനും പുതിയൊരു പുനർജന്മ മോക്ഷം കിട്ടും. അത് ചെയ്യുന്ന ആളിനും അതിൻ്റെതായ ഒരു പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. നമ്മൾ ഈ കർമ്മം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ പൈസ മാത്രമല്ല, നമ്മളൊരു കർമ്മമാണ് ചെയ്യുന്നത്. ഈ കർമ്മം ചെയ്യപ്പെടുക അതിലൊരു 10% നമ്മളിലുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫീസായിട്ട് നമ്മൾ ദക്ഷിണായിട്ടാണ് വാങ്ങുന്നത്. അവർ തന്നെ പൈസ വാങ്ങുക എന്നുള്ളതാണ്. പിന്നെ അതിന് നമ്മൾ ഈ കർമ്മം ചെയ്യുമ്പോൾ നമുക്കും കൂടി അതിൻ്റെ ഒരു ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. ഓക്കെ.